കുടുംബശ്രീ മിഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന സംസ്ഥാന ബഡ്സ് കലോത്സവം തില്ലാനയ്ക്ക് തൃശൂരിൽ തുടക്കമായി. വെള്ളാനിക്കര കാർഷിക സർവകലാശാല ക്യാമ്പസിൽ 2 ദിവസങ്ങളിലായി നടക്കുന്ന കലോത്സവം റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. ഭിന്നശേഷിക്കാരായവർക്കായി പ്രത്യേകമായ ബഡ്സ് നയം കൊണ്ടുവരാനുള്ള പ്രതിജ്ഞാബദ്ധമായ ശ്രമത്തിലാണ് സംസ്ഥാന സർക്കാർ എന്ന് അദ്ദേഹം പറഞ്ഞു. നമ്മുടെ സമൂഹത്തിൽ എല്ലാ വിഭാഗം മനുഷ്യർക്കും തുല്യനീതി ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഗവൺമെന്റ് പോകുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഭിന്നശേഷിക്കാരായിട്ടുള്ള കുഞ്ഞുങ്ങളുടെയും അവരുടെ രക്ഷകർത്താക്കളുടെയും വിവിധങ്ങളായ ആവശ്യങ്ങളെ പരിഗണിക്കാനും അതിനു മാത്രമായി ഒരു നയം കൊണ്ടുവരാനും കേരളത്തിലെ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമായി ഒരു ബഡ്സ് പോളിസി തന്നെ കൊണ്ടുവരുന്ന കാര്യത്തിൽ കേരളത്തിലെ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമായി മുന്നോട്ട് പോവുകയാണ്. ആ ഘട്ടത്തിലാണ് കേരളത്തിലെ കുടുംബശ്രീ 1997 കേരളത്തിൽ ആരംഭിച്ച് 2.5 പതിറ്റാണ്ട് പിന്നിട്ട ഈ ഘട്ടത്തിൽ ലോകത്തിന്റെ മുമ്പിൽ മലയാളത്തിന്റെ അഭിമാനമായി നമുക്ക് അവതരിപ്പിക്കാൻ പറ്റുന്ന നമ്മുടെ പെൺപട്ടാളം കുടുംബശ്രീ ലോകത്തിന്റെ മുമ്പിൽ ഇത്ര കരുത്തോടെ നമുക്ക് അവതരിപ്പിക്കാൻ മറ്റൊരു സംസ്ഥാനത്തിനും കഴിയില്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ് അധ്യക്ഷത വഹിച്ചു. കേരളത്തിലെ കുടുംബശ്രീ പ്രവർത്തനങ്ങളെക്കുറിച്ച് പഠിക്കാനെത്തിയ അമേരിക്കൻ സോഷ്യൽ വർക്കർ അമാൻഡ ചടങ്ങിൽ മുഖ്യ അതിഥിയായി. കുടുംബശ്രീ മിഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ എച്ച് ദിനേശൻ, ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീവിദ്യ രാജേഷ്, കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ അഭിജിത് കെ ദീപക് എന്നിവർ പങ്കെടുത്തു. നിള, കബനി, ഭവാനി, പെരിയാർ എന്നിങ്ങനെ നാമകരണം ചെയ്ത 4 വേദികളിലായി 22 വിഭാഗങ്ങളിലായി 14 ജില്ലകളിൽ നിന്നുള്ള ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്റർ സ്ഥാപനങ്ങളിലെ 600-ൽ പരം പ്രതിഭകളാണ് കലാപ്രകടനങ്ങളുമായി മാറ്ററിയിക്കുന്നത്. TCV തൃശൂർ.